ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ അതങ്ങനെ വർക്കെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് സമയം ഇപ്പൊ 7:42. 4 മാത്രമേ ഇവിടുന്ന് ഫസ്റ്റ് കണ്ടുള്ളൂ. അതുണ്ടായത് ഞങ്ങള് 12:45 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. നമുക്ക് വർക്ക് ഉണ്ടായിരുന്നു, കുറച്ച് ദൂരെയായിരുന്നു. അപ്പോൾ 12:45 ഇറങ്ങി. ആദ്യം ബ്രൈഡിനെ വർക്ക് മേക്കപ്പ് ഉണ്ടായിരുന്നു. ബ്രൈഡ് കഴിഞ്ഞ് ഗ്രൂമിൻ്റെ അടുത്ത് നിന്ന് ഗ്രൂം ഉണ്ടായിരുന്നു, ഗ്രൂമിൻ്റെ അമ്മ ഉണ്ടായിരുന്നു. അപ്പം എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഞാൻ ബ്രൈഡിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ഇടയിൽ കൊടുക്കാം കേട്ടോ. നല്ല ബ്രൈഡായിരുന്നു അല്ലേ? ഏറ്റവും ഇഷ്ടമായത് ഗ്രൂമിനെ. കാരണം കറക്റ്റ് തോന്നുന്നു നമ്മളെ വൈബിന് പറ്റിയ ഒരാളായിരുന്നു. ബ്രൈഡിന് പിന്നെ ടെൻഷൻ ഉണ്ടാവില്ല, വീട്ടിൽ നിന്ന് കല്യാണം കഴിഞ്ഞു അങ്ങനത്തെ ടെൻഷൻ ഉണ്ടാവും. ഗ്രൂമിന് അങ്ങനത്തെ ഒന്നുമില്ലല്ലോ. അപ്പോൾ ഗ്രൂം ഭയങ്കര അടിപൊളിയായിരുന്നു. എന്താ പറയുക, കുറച്ച് നേരം നമുക്ക് വർക്ക് ഗ്രൂപ്പ് വരയ്ക്കും കുറച്ച് നേരമേ ഉള്ളൂ, പക്ഷെ എന്നാലും കുറേ സംസാരിച്ചു. നല്ല കമ്പനിയായിരുന്നു. അങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞു, സന്തോഷത്തോടെ മടങ്ങി വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. അതിൻ്റെ ഇടയിൽ നമുക്ക് മേക്കപ്പിൻ്റെ വീഡിയോ കണ്ടിട്ട് വരാം. ഞാൻ ഷോർട്സ് എടുത്തിട്ടുള്ള ഫുൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഷോർട്സ് ഞാൻ സൂം ചെയ്ത് കൊടുക്കാം. ഇപ്പം എന്നെ മറ്റെന്തിനേയും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ചെയർ തന്നെയാണ് കേട്ടോ. ഇത് ലവ് ലാപ്പിൻ്റെ 4-in-1 നൈറ്റ് ചെയർ കേട്ടോ. ഇതുള്ളതുകൊണ്ട് എനിക്ക് അടുക്കളയിൽ വർക്ക് ചെയ്യാനാണെങ്കിലും കുഴപ്പമില്ല. കാത്തുമ്മ ഹാപ്പി ആയിട്ടിരുന്ന് ഫുഡ് കഴിക്കുകയും ചെയ്യും. കാരണം കാത്തുമ്മയ്ക്ക് എപ്പോഴും എൻ്റെ കൂടെ തന്നെ നിൽക്കണം എന്നുള്ള ചിന്താഗതിയുള്ള ഒരാളാണ്. അപ്പോൾ പിന്നെ ഞാൻ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ ആൾക്കാരുടെ എന്തെങ്കിലും പ്ലേറ്റിൽ എന്തെങ്കിലും ഫുഡ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവളവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചോളും. നമ്മളടക്കളോട് വർത്താനം പറഞ്ഞിട്ട് അവൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് ഈ ട്രേ ഊരാം. അതിൻ്റെ അടിയിൽ ചെറിയ ബട്ടൺ ഉണ്ട്, അത് അമർത്തിയിട്ട് നമുക്ക് ഈ ട്രേ ഊരിയിട്ട് നമ്മൾ ഉണ്ണികളെ ഈസി ആയിട്ട് ഇരുത്താം. ഇരുത്തി കഴിഞ്ഞിട്ട് ആ ഒരു സൈസിനനുസരിച്ച് നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും നമുക്ക് ഇതിലുണ്ട് കേട്ടോ. നമ്മൾ ആ സൈസ് എത്രയാണോ അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ണികളെ ഇരുത്താം. പിന്നെ എടുത്ത് പറയേണ്ട വേറെ കാര്യം എന്താ വെച്ചാൽ 3 പോയിന്റ് സേഫ്റ്റി ബെൽറ്റ് ആണുള്ളത്. നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോൾ എന്തായാലും ബെൽറ്റ് ഇട്ടിട്ട് ഇരുത്താൻ പാടും. അപ്പോൾ ആ ഒരു സേഫ്റ്റിയും കാര്യം നമ്മൾ എന്തായാലും നോക്കേണ്ടതാണ്. ആ ഒരു സൈസിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. ഉണ്ണികൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ആ ട്രേ ഫുള്ളും ഫുഡാക്കിയിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ട്രേ എടുത്ത് മാറ്റി ക്ലീൻ ചെയ്യാൻ പറ്റും. ഉണ്ണികളെ കാല് വെക്കാനുള്ള ഒരു ചെറിയ ട്രേയും കൂടി ഉണ്ട്, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഉണ്ണികളെ സൈസിനനുസരിച്ച് വെക്കാം. അതും നല്ല തന്നെയാണ് കേട്ടോ. ഒരു സ്ഥലത്ത് തന്നെ കുറച്ച് നേരം ഇരുന്ന ബോറടിക്കുന്ന പിള്ളേരാണെങ്കിൽ ഇതുമേ വീലുണ്ട്, അപ്പോൾ അവർക്ക് ഇങ്ങനെ ഓടിക്കൊണ്ട് നടക്കാം. ഇത് 360 വീൽ വിത്ത് ലോക്കാണ്. അപ്പോൾ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. പിള്ളേരുടെ അടുത്താണെങ്കിലും അവൾ അവിടെ സേഫ് ആയിരിക്കും. അപ്പോൾ അവളും ഭയങ്കര ഹാപ്പി ആയിട്ട് അവൾക്ക് ഇങ്ങനത്തേലൊക്കെ ഇരുന്ന് കളിക്കാന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അത് മാത്രമല്ല, ഉണ്ണികൾക്ക് ഇനി നമ്മളെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കണമെങ്കിൽ നമ്മളെ മേശയുടെ കസാരമേ നമുക്ക് ഇങ്ങനെ ലോക്ക് ചെയ്യാൻ പറ്റും. എൻ്റെ സീറ്റ് മാത്രം ഒരിടത്ത് ഇങ്ങനെ ലോക്കാക്കി കഴിഞ്ഞാൽ അവരവിടെ സേഫ് ആയിരുന്നോളും. അപ്പം നമ്മളെ കൂടെ നമ്മൾ ഫുഡ് കഴിക്കണ പോലെ അവർക്ക് ഇരുന്ന് കഴിക്കാം. അപ്പോൾ അവരുടെ ഐറ്റും കാര്യങ്ങളൊന്നും നമ്മളെ മേശയ്ക്ക് കറക്റ്റ് ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് ഈ സീറ്റ് ഉണ്ടെങ്കിൽ അതും അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഉണ്ണികളെ ഇരുത്തട്ടെ. അപ്പോൾ അവർക്ക് നമ്മളെ കൂടെ ഇരുന്നിട്ട് ഹാപ്പി ആയിരുന്നു ഫുഡ് കഴിക്കാനും. ഇനി നമുക്ക് ഈ ടേബിളിൻ്റെ ഐറ്റും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഏത് ഐറ്റിലാണോ ഉണ്ണികളെ ഇരുത്തേണ്ടത്. ഇപ്പോൾ നമ്മൾ നിലത്തിരിക്കുകയാണെങ്കിൽ സെയിം ഐറ്റിലാണ് വരുന്ന വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇരുത്താം. അപ്പോൾ നമ്മൾ ഉണ്ണികൾ പഠിക്കേണ്ട പ്രായം പയ്യുമ്പോൾ ഇരുത്തി കഴിഞ്ഞാൽ നമുക്ക് അവരെ പഠിപ്പിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഈസി ആയിട്ട് പറ്റും കേട്ടോ. എനിക്ക് ഇതിൽ ഒരുപാട് പണിയെടുക്കുമ്പോൾ അതിലെനിക്ക് ഭയങ്കര എൻ്റെ ലൈഫിൽ റിലീഫ് കിട്ടിയത് ഈ ഒരു സീറ്റ് വന്നതിൻ്റെ ശേഷമാണ്. കാരണം നമുക്ക് സേഫായിട്ട് ഉണ്ണികളെ ഇരുത്താനും പറ്റും. നമുക്ക് പണിയെടുക്കുമ്പോൾ ടെൻഷൻ്റെ ആവശ്യമില്ല. ഉണ്ണികൾ എവിടെയാണ് എന്താ ടെൻഷൻ്റെ ആവശ്യമില്ല. അവരവിടെ ഇരുന്നിട്ട് ഈ സമാധാനമായിട്ട് ഫുഡ് കഴിച്ചോളും. അപ്പോൾ ഈ ചെയർ നിങ്ങൾക്ക് ആരെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ ഒരു ഡീറ്റെയിൽസ് ഞാൻ വീഡിയോ താഴെ കൊടുക്കാം. പോരാത്തതിന് ഞാൻ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് ഞാൻ പിൻ ചെയ്തിട്ടാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്തായാലും പർച്ചേസ് ചെയ്ത് നോക്കുക. എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായി തോന്നി. അപ്പോൾ ഇതായിരുന്നു നമ്മളെ ബ്രൈഡ് കേട്ടോ. അപ്പോൾ ആൾക്ക് നല്ല ഉറക്കം വന്നിട്ടാണ് ആളെ ഫേസ് ഇരിക്കുന്നത്. അപ്പോൾ ഏട്ടൻ കുറേ നേരം കളിയാക്കുന്നുണ്ടായിരുന്നു, ഇപ്പോൾ ഉറങ്ങും എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നമ്മൾ ആളുടെ ഫേസ് മേക്കപ്പും കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓവറായിട്ട് മേക്കപ്പ് എടുത്ത് കാണരുത്, ആളെ സ്കിൻ ടോൺ തന്നെ മതി എന്നൊക്കെ ആൾ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അത്ര ലൈറ്റ് മേക്കപ്പായിട്ടാണ് ഞാൻ ആൾക്ക് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് മേക്കപ്പ് കഴിഞ്ഞ ആ മേക്കപ്പ് കൂടിയ ചേച്ചി എന്നോട് ചോദിച്ചു. പിന്നെ ഓർണമെൻറ്റ്സ് എല്ലാം ഇട്ട് സാരിയെല്ലാം എടുത്ത് വന്നപ്പോഴാണ് ആൾ ഓക്കെ ആയത്. ഇതിപ്പോഴാണ് സെറ്റായതെന്ന് പറഞ്ഞു. കാരണം നമ്മൾ മേക്കപ്പ് ചെയ്ത് അപ്പം തന്നെ കാണുമ്പോൾ ഈശ്വര മേക്കപ്പ് കൂടിയാന്ന് തോന്നും. പിന്നെ നമ്മൾ ആ സാരി കൊടുത്ത് ആ മേക്കപ്പ് എല്ലാം ചെയ്ത് തരുമ്പോൾ ഓക്കെ സെറ്റ്. അങ്ങനെയാണ് കേട്ടോ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആൾ ഐ മേക്കപ്പാണ്. ആൾ കണ്ണ് നല്ല ചെറിയൊരു കണ്ണായതുകൊണ്ട് തന്നെ ഒരുപാട് ഡാർക്ക് ഷെയ്ഡ് ഐ ഷെയ്ഡോ കാര്യങ്ങളൊന്നും കൊടുത്തില്ല. ഇതിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ പിന്നും ഡാർക്കായി തോന്നുന്നുണ്ട്. ലൈറ്റ് ഷെയ്ഡായിരുന്നു കേട്ടോ. ഇങ്ങനെ എടുത്ത് അധികം കാണുന്നൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ ഐ മേക്കപ്പ് എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഈ ആൾക്ക് ചെയ്യുന്നത്.
ഞാൻ ഓരോ ടൈമും ഓരോ ഐ മേക്കപ്പാണ് ഞാൻ പരീക്ഷിക്കുക. അതെനിക്ക് അവരെ കണ്ടു കാണുമ്പോൾ എനിക്ക് ഇങ്ങനെ ചെയ്താൽ നന്നാവും എന്ന് തോന്നും, ചെയ്യും. അപ്പോൾ ആൾ സ്കിന്ന് കുഴപ്പമില്ല, ഡ്രൈ സ്കിന്നായിരുന്നു. ആൾ ഫേസിൽ ക്രീമുകളോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എയർ ബ്രഷ് മേക്കപ്പാണ് എടുത്തത്. കാരണം ഡ്രൈ സ്കിന്നാകുമ്പോൾ മേക്കപ്പ് പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആളെ ഫേസിൽ തോന്നിയായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ എയർ ബ്രഷ് മേക്കപ്പാണ് ചെയ്തത്. അതിനകത്ത് ആളെ ഫേസ് മേക്കപ്പ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ വീഡിയോയിൽ കാണാൻ പോലെയല്ല, നേരിട്ട് കാണുമ്പോൾ അത്ര നാച്ചുറൽ മേക്കപ്പ് ആയിരുന്നു കേട്ടോ. ഒന്നും എടുത്ത് കാണുക തോന്നുന്നതൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല ഭംഗിയുണ്ടായിരുന്നു. എന്താ പറയുക, ഞാൻ ആളെ ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഞാൻ അയാളുടെ ഫേസിലേക്ക് തന്നെയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. ആൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, അയാൾക്ക് മനസ്സിലാവും. കാരണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. അതേപോലെ നല്ല സ്വഭാവമായിരുന്നു കേട്ടോ ബ്രൈറ്റ്. നമ്മളോട് സംസാരിക്കാനാണേലും കാര്യങ്ങളൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. ഫുള്ളും എൻ്റെ ഇഷ്ടത്തിന് വിട്ടെന്നിരിക്കുകയായിരുന്നു. ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോഴും ആൾ പറഞ്ഞ 2-3 ഹെയർ സ്റ്റൈൽ ഞാൻ നോക്കി. പിന്നെ ആൾക്ക് ഒരുപാട് പഫ് വേണ്ട എന്ന് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് പലപ്പോഴും വീഡിയോസിലാണ് നെഗറ്റീവ് കമൻറ്റാണ്, മുടി ഒട്ടിപ്പോയി, ഹെയർ സ്റ്റൈൽ ഇതന്നെയുള്ളൂ എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ ഞാൻ എൻ്റെ ബ്രൈഡ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ചെയ്തത്. ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോഴാണെങ്കിലൊക്കെ ഞാൻ അവരോട് ചോദിക്കും, അവരൊക്കെ ഞാൻ കുറച്ച് അധികം പഫിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവർ പറയും, അയ്യോ ചേച്ചി എനിക്ക് ഇത്രയ്ക്കാണ്, ഒതുക്കിയായി എന്ന് പറയും. പിന്നെ നമ്മൾ എൻ്റെ ഇഷ്ടത്തിനല്ലല്ലോ ചെയ്യേണ്ടത്, അവരാണല്ലോ കല്യാണം പെൺകുട്ടി. അപ്പോൾ അവരുടെ ഇഷ്ടത്തിന് ഞാൻ ചോദിച്ച് അവർക്ക് പഫ് കുറവാണെങ്കിൽ ഞാൻ കുറയ്ക്കും. അപ്പം അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. ഈ ഹെയർ സ്റ്റൈലും ആളുടെ ഇഷ്ടത്തിന് തന്നെയാണ് നമ്മൾ ചെയ്തത്. ഞാൻ ഫേസ് മേക്കപ്പ് എല്ലാം എൻ്റെ ഒറ്റ ഒരാളുടെ ഇഷ്ടത്തിൽ ചെയ്തു. പക്ഷേ ഹെയർ സ്റ്റൈൽ എനിക്ക് അടക്കുമ്പോൾ ഞാൻ അവരോട് ചോദിക്കാതെ ഒന്നും ചെയ്യാറില്ല. ആളുടെ തന്നെ ഗ്രൂമിൻ്റെ വർക്കും നമുക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് ഒരു 15 മിനിറ്റിൻ്റെ യാത്ര ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആളെ വീട് കോഴിക്കോടാണ്. ആൾ സ്റ്റേ ചെയ്ത് പെൺകുട്ടി വീട്ടിൽ നിന്ന് 15 മിനിറ്റ് യാത്ര ഉണ്ടായിരുന്നുള്ളൂ. അതിന് ഗ്രൂം ഉണ്ടായിരുന്നു, ഗ്രൂമിൻ്റെ അമ്മ ഉണ്ടായിരുന്നു. അത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞതാ നമ്മൾ ഇനി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടയിൽ ഞങ്ങൾ വണ്ടി ഒന്ന് നിർത്തിയിട്ടൊന്ന് ഉറങ്ങിയിട്ടോ. കാരണം രാത്രി 12:45 പോയതാണ് ഞങ്ങൾ. അവിടെ നിന്ന് കുറച്ച് 1.5 മണിക്കൂർ യാത്രയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വീടെത്തുമ്പോൾ രാവിലെ 10 മണിയായി, 10:45. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഇടയിലൊരു അരമണിക്കൂർ ഞങ്ങൾ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വീടെത്തി ഞങ്ങൾ ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. നേരെ സാധാരണ വർക്ക് കഴിഞ്ഞ് ഞങ്ങൾ വീടെത്തി കുറച്ച് നേരം ഉറങ്ങിയതിൻ്റെ ശേഷമാണ് ഫുഡ് കഴിക്കുക. പക്ഷേ ഇന്ന് ഞാൻ എത്തിയ ശേഷം ഫുഡ് കഴിക്കാനാണ് ഇരുന്നത്. കാരണം എൻ്റെ എന്നത്തെ ഒരു ഫേവറേറ്റ് ഫുഡാണ് പത്തിരിയും ബീഫ് കറിയും. അതെനിക്കിപ്പോഴും ആ ചെറിയ പത്തിരിയും ബീഫ് കറിയും കഴിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരിക, ഞാനൊരു 6ാം ക്ലാസ് പഠിക്കുന്ന ടൈമിൽ ഞാൻ ക്ലാസ് കഴിഞ്ഞ് വീടെത്തിപ്പോൾ, അപ്പോൾ ഞങ്ങളിങ്ങനെ വീടെത്തിയിട്ടുള്ളൂ. എത്തിയ ശേഷം പറഞ്ഞു വേഗം മെയിലിട്ട് പോയി ഫുഡ് ചായക്ക് കടി ഉണ്ടാക്കി വെച്ചിട്ട് പറഞ്ഞു. അതിനെ കുളിച്ച് വന്നപ്പോൾ ഇതേപോലെ നല്ല ചെറിയ പത്തിരിയും ബീഫ് കറി ഉണ്ടാക്കിയിരുന്നു. ആ ഒരു ടേസ്റ്റ് ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെയ്ക്കും മറന്നിട്ടില്ല. അത്രയും ടേസ്റ്റായിരുന്നു കേട്ടോ. ഇന്നത്തെയും അടിപൊളിയായിരുന്നു. പക്ഷേ ആ ഒരു ടേസ്റ്റ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ മായാതെ കിടക്കുന്നുണ്ട്. വിശപ്പുകൊണ്ടാണ് എന്താണെന്നറിയില്ല, അന്നത്തെ ബീഫ് കറിക്കും പത്തിരിക്കും ഭയങ്കര ടേസ്റ്റായിരുന്നു. അതിന് ഞാനിതാ ഒരു 3-4 ബീഫ് പത്തിരി ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ചായ കുടിച്ചതിന് ശേഷം ഏട്ടൻ പോയി കിടന്നു. അമ്മ കുറേ നേരമായിട്ട് അമ്മയും അച്ഛനും അടുക്കളയിൽ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ അവിടെ പോയിക്കോ, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ ഉണ്ണികളെ പഠിപ്പിക്കാൻ പോയി. അച്ഛൻ ബാക്കിൽ എന്തോ അച്ഛൻ്റെതായ ചെറിയ പണികൾക്ക് വേണ്ടി അച്ഛനും പോയി. അപ്പോൾ ഞാൻ അടുക്കള തുടച്ചിടുന്നുണ്ട്. ഒപ്പം തന്നെ പരിപ്പും കുമ്പളങ്ങയും തക്കാളിയും കറി വയ്ക്കേണ്ട എല്ലാം സെറ്റ് ചെയ്ത് കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൽ അരപ്പും കൂടി വയ്ക്കേണ്ട ആവശ്യമുള്ളൂ. തിളച്ച് കഴിഞ്ഞാൽ അപ്പോൾ അമ്മ അത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ വറക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ 2 ഡ്യൂട്ടിയാണ് ഞാൻ ഏറ്റെടുത്തത്. അപ്പോൾ അതാ ഞാൻ ചിക്കൻ വറക്കാട്ടിട്ടുണ്ട്. അതുപോലെ പരിപ്പ് കറിക്കുള്ള കുമ്പളങ്ങയൊക്കെ വെന്തോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. വെന്തിട്ടുണ്ടായിരുന്നില്ല, ചിലത് വെന്തുണ്ടായിരുന്നു, ചിലത് വെന്തുണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മോട് ഞാൻ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, രണ്ട് കുമ്പളങ്ങയാണ്, വിഷുവിന് കണ്ണു വെച്ചത് 2 കുമ്പളങ്ങയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞേട്ടാ. എന്തായാലും അയ്യമ്മ ഞാൻ കുറേ നേരം കുസ്തി പിടിച്ചു. എൻ്റെ നമ്മൾ കാത്തുമ്പോൾ അവിടെ അലമ്പുണ്ടാക്കിയിട്ട് അമ്മ എന്നെ വിളിച്ചാട്ടോ. അപ്പോൾ ഞാനൊന്ന് അവിടെ പോയി അമ്മോട് പറഞ്ഞു, അമ്മ അവിടെ ചിക്കൻ വറക്കാട്ടി കഴിഞ്ഞാൽ അപ്പം വരാം എന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു ഉണ്ണിനെ കൊണ്ട് ഉറക്കിക്കോളാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല അമ്മ എനിക്ക് കുറച്ച് പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ റിട്ടേൺ അങ്ങോട്ട് പോന്നു. അപ്പോൾ ആ ചിക്കൻ വറുത്തൊന്ന് കിട്ടണ്ടേ, കാരണം അടുപ്പ് ഭയങ്കര തീ കുറവാട്ടോ. കുറേ ടൈം എടുത്താലാണ് ചിക്കനൊന്ന് വറുത്ത് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ നേരം അയ്മ കുസ്തി പിടിച്ച് ഇരുന്നു. എനിക്കാണെങ്കിൽ നല്ല ഉറക്കം വന്നിട്ട് ഈ പറയുമ്പോൾ എനിക്ക് ഉറക്കം വരിക. അയ്യോ ഉറക്കം വന്ന് തൂങ്ങിയിട്ട് ഞാൻ ഇരിക്കണത്.
രാത്രി ശരിക്കൊന്നും ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ കിടക്കുമ്പോഴേന് 11 മണി ആയിരുന്നു. 11 മണിക്ക് കിടന്ന് അപ്പോൾ കാത്തുമ്മനെ ഉറക്കി ആൾ സെറ്റാക്കിയതിന് ശേഷം ഞങ്ങളൊരു 12 മണിയാകുമ്പോൾ എഴുന്നേറ്റു കുളിച്ച് 12:45 നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉറങ്ങാൻ ആ ടൈം നമുക്ക് കിട്ടിയിട്ടില്ല. 1 മണിക്കൂർ കാത്തുമ്മനെ ഉറക്കാനാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് വരുമ്പോഴേക്കും ഏട്ടൻ വന്ന് വിളിച്ചു, പൊന്നാ വാ നമുക്ക് പോവാനുള്ള ടൈമായിരുന്നു പാട്ട്. പിന്നെ ഞാൻ ഇടയിൽ അങ്ങോട്ട് പോകുമ്പോഴൊക്കെ കുറച്ച് നേരം ഉറങ്ങിയിട്ടുണ്ടെങ്കിലും നമ്മൾ രാത്രിത്തെ ഉറക്കം മിസ്സായി പോയി നമുക്ക് എപ്പോഴും ഉറക്കം വന്നുകൊണ്ടേ ഇരിക്കും. അങ്ങനെ പ്രശ്നം എനിക്ക് നല്ലോണം ഉണ്ട്. പിന്നെ കണ്ടിന്യൂസ് ഉള്ള വർക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് ഉറക്കം കുറവാണ്. അതിൻ്റെ ക്ഷീണം കൂടി ഉണ്ട്. അപ്പോൾ നമ്മളെ പരിപുടയിൽ ഞാൻ അരപ്പൊഴിച്ചു, അതൊന്നും പറയാൻ മറന്നു. ഞാൻ വേറെ ഏതൊക്കെയോ കഥകളിലേക്ക് പോയതാണ്. പിന്നെ ഞാൻ ഇങ്ങനെ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ഞാൻ ടേസ്റ്റ് നോക്കും കേട്ടോ. ഞാൻ നന്നായി ഒരു 3-4 വട്ടം ടേസ്റ്റ് നോക്കും. എനിക്ക് തോന്നുന്നു ഞാൻ വിഷുവിൻ്റെ വീഡിയോ ഇട്ടതിൽ ഞാൻ ഇടയ്ക്ക് ടേസ്റ്റ് നോക്കണം വാങ്ങൽ കണ്ടിട്ട് ആരോ കമൻറ്റ് ചെയ്തു, ഇത് നിനക്ക് തിന്നാനുള്ള തന്നെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതല്ല, നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ ഫുഡാണെങ്കിലും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഫുഡാണെങ്കിലും ഞാൻ എപ്പോഴും ടേസ്റ്റ് നോക്കും. കാരണം നമ്മൾ മറ്റുള്ളവർക്ക് വിളമ്പുകാട്ട് മുന്നേ അതിലെല്ലാം ഉണ്ടോ, അത് ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കുക എന്നുള്ളൊരു സൈക്കോ എനിക്കുണ്ടെന്ന് കൂട്ടിക്കോ. ഞാൻ എന്തുണ്ടാക്കിയാലും അതിപ്പോൾ വെള്ളം കലക്കുകയാണെങ്കിൽ പോലും അരി വന്നിട്ട് വെള്ളം കലക്കുകയാണെങ്കിൽ പോലും ഞാൻ ഒരു 3-4 വട്ടം ടേസ്റ്റ് നോക്കിയതിൻ്റെ ശേഷം ഞാൻ അവർക്ക് കൊടുക്കുള്ളൂ. അല്ല ഓക്കെ ആണോ എന്ന് ഞാൻ നോക്കും, എന്നിട്ട് ഞാൻ കൊടുക്കുള്ളൂ കേട്ടോ. അങ്ങനെ അതാ അപ്പോഴേക്ക് അമ്മ വീണ്ടും വിളിക്കാൻ തുടങ്ങി. പൊന്നോ കാത്തുമ്പോൾ ഭയങ്കര വാശി, നീ ഞങ്ങൾ ഉറക്കിക്കും, ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അമ്മ വിളിക്കുന്നുണ്ട്. അപ്പം ഞാൻ അമ്മോടാണ് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു പണി ഏറ്റെടുത്ത് അത് ചെയ്യണം. അതിൻ്റെ ഇടയിൽ എഴുന്നേറ്റ് പോകുന്നെങ്കിൽ തീരെ ഇഷ്ടമല്ല. ഞാൻ ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഞാൻ പണിയെടുക്കാതെ അങ്ങനെ നടന്നോളും. പണിയെടുക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കത് ഫുള്ളാക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ദേഷ്യം വരും. അപ്പോൾ ഞാൻ എൻ്റെ പറഞ്ഞു ഇതും കൂടി തുടച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാനവിടെ പാതുമ്പുറമൊക്കെ തുടയ്ക്കുന്നുണ്ട്. എനിക്ക് എപ്പോഴും കിച്ചൺ ഭയങ്കര ക്ലീൻ ആയിരിക്കണം. പക്ഷെ എന്നാലും എപ്പോഴൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ പണി കിട്ടും കേട്ടോ. ഇപ്പോഴെന്നെ നമ്മൾ 2 ദിവസം വീട്ടിലായിരുന്നു, അപ്പോൾ ഇവിടെ കുറച്ച് വേസ്റ്റ് ചെയ്യുന്നൊരു ഭയങ്കര മണമായിട്ട് നമ്മുടെ വീട്ടിൽ ഫുള്ളും പണിയായിരുന്നു. അപ്പോൾ എനിക്കങ്ങനെ പണികൾ കിട്ടാറൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഞാൻ അവിടെ ഉള്ളപ്പോഴാണെങ്കിൽ ഞങ്ങൾക്ക് എന്നെ തുടച്ച് ക്ലീനാക്കി വെക്കും. എനിക്കങ്ങനെ വൃത്തിയിലിരിക്കണം എൻ്റെ വീട്. അതിപ്പോൾ എനിക്ക് തോന്നുന്നു പണ്ടൊട്ടേ അടുക്കളത്തെ പരിപാടി ഞാനും അമ്മയും അടിച്ചു തൊട അനിയത്തി അങ്ങനെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകാറ്. എനിക്ക് എപ്പോഴും അടുക്കള ക്ലീനാക്കി വെക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പാത്രങ്ങൾ കഴുകാൻ മടിയില്ല, എത്ര പാത്രം ഉണ്ടെങ്കിലും കഴുകാൻ മടിയില്ല. അവസാനം നഖം പൊട്ടുമ്പോഴാലേക്ക് ഈശ്വര പാത്രം കഴുകണ്ടായിരുന്നു ഇത്രയ്ക്കത് നഖം എനിക്ക് കുതിർന്ന് പൊട്ടും. എനിക്ക് എന്നാലും ഭയങ്കര ഇഷ്ടമാണ് പാത്രങ്ങളൊക്കെ കഴുകി ക്ലീനാക്കി വയ്ക്കാം. അതുകൊണ്ട് ഞാൻ അടുക്കളയൊക്കെ അതുപോലെ അടുക്കള എപ്പോൾ ക്ലീനാക്കുമ്പോഴും ഞാൻ സോപ്പിട്ട് ഉരച്ച് കഴുകി ക്ലീനാക്കും കേട്ടോ. അല്ലാതെ വെറുതെ കള്ളപ്പണിയിൽ തുടയ്ക്കൊന്നുമില്ല. നമ്മളങ്ങനെ തുടച്ച ചില വീട്ടുകളിലേക്കൊക്കെ പോയി കാണാം കിച്ചണിൽ ഒരു പശ പോലെ ഒട്ടുന്നത്. ഞങ്ങളെ വീട്ടിലത്തെ കിച്ചണിൽ അങ്ങനെ പ്രശ്നം ഇതുവരെയ്ക്കും വന്നില്ല. അത് അമ്മയാണേലും ഞാനാണേലും സോപ്പിട്ട് എന്നും നമ്മൾ പണി ഇപ്പോൾ രാത്രി ആണെങ്കിൽ പോലും ഞങ്ങൾ ഉരച്ച് കഴുകി ക്ലീനാക്കിയത് ശേഷം കിടക്കാൻ പോകുള്ളൂ. അത് എത്ര നേരം മെഴുകിയിട്ടാണേലും. അപ്പം എൻ്റെ ഇടയിൽ വീണ്ടും അമ്മ വിളിച്ചതാണോ അല്ല, ഞാൻ കറി ടേസ്റ്റ് നോക്കാനായിട്ട് അമ്മയിൽ കൊണ്ടുകൊടുത്താണ്. ഞാൻ 2-3 ടേസ്റ്റ് നോക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അമ്മയും കൂടി നോക്കി കഴിഞ്ഞാൽ ലാസ്റ്റ് വാക്ക്. അപ്പോൾ അമ്മ പറഞ്ഞു ഓക്കെ തിളച്ചിട്ടുണ്ട് ഓഫ് ചെയ്തോളം പറഞ്ഞു. അങ്ങനെ ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ ചിക്കനും കൂടി മറിച്ചിടുമ്പോഴേക്കും നമ്മളെ കാത്തുമ്മ വരുന്നുണ്ട്. അങ്ങനെ അതൊക്കെ അങ്ങനെ ഉറക്കാൻ പോവാ വാ. No. എടുക്കണം നമുക്കങ്ങാൻ പോവാ. for 1 3 അല്ല 2 3 നിനക്കൊരു കാര്യം കാണിച്ചു അവിടെ പോയി കിടക്ക. അപ്പരടുത്ത് പോയി കിടക്കുമ്പോ തരാം. അവിടെ പോയി കിടക്കുമ്പോണ്ടേ കിടന്നോ കിടക്ക ഉമ്പൂച്ചേ അമ്മപ്പാരെ കിടന്നോ ഉമ്പൂച്ച കിടന്നാ സെറ്റ് ഒരു പെങ്കി സ്വത്തെ കൊണ്ട് ഞാൻ ചേക്കാണോ.
അങ്ങനെതാ എൻ്റെ നല്ലൊരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റു കേട്ടോ. കാത്തുമ്മനെ ഉറക്കണേനപ്പോൾ ഞാനും കിടന്ന് ഉറങ്ങിയായിരുന്നു. പിന്നെ എഴുന്നേൽക്കുമ്പോഴേക്കും നമ്മളെ കറികളൊക്കെ ഏകദേശം ആയിട്ടുണ്ടായിരുന്നു. രാവിലത്തെ ബീഫ് കറി ഉണ്ട്, പപ്പടം കാച്ചിയത്, പരിപ്പ് കൂട്ടാൻ, പുളിയിഞ്ചി, പിന്നെ എന്തായിരുന്നു അച്ചാറ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൂട്ടി ഞാൻ ഫുഡ് കഴിക്കട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീഫ് കറിയും പപ്പടം അച്ചാറും കൂട്ടി കഴിക്കാൻ. അപ്പം അമ്മ പറഞ്ഞു ആദ്യം നീ ആ ഒരു വായന കഴിച്ചു നോക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം അത് ടേസ്റ്റ് നോക്കി. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ അതിൽ വെള്ളം വരികയാണ്. നമ്മളെ കുണുക്കുമ്പോനും ഇങ്ങനെ ചിക്കനും ബീഫും കൂട്ടിയിട്ട് ചോറുണ്ണാൻ ഇഷ്ടം. പക്ഷെ കുണിക്കുമ്പോൾക്ക് പരിപ്പ് കൂട്ടാൻ കൂട്ടിയിട്ട് ചോറ്. എനിക്കിഷ്ടമാണ് പരിപ്പ് കൂട്ടാൻ. ഞങ്ങൾ ഏറ്റവും എല്ലാവരും ഫേവറേറ്റ് കറിയാണ്. അതിപ്പോൾ ഏട്ടനാണെങ്കിലൊക്കെ ഇഷ്ടം. ഏട്ടൻ ബീഫ് കറി കൂട്ടിയിട്ടൊന്നും അവന് ചോറുണ്ണില്ല, ചിക്കൻ കറി കൂട്ടി ചോറുണ്ണില്ല. പക്ഷേ പരിപ്പ് കൂട്ടാൻ ഏട്ടന് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ ഞാൻ അടുത്തത് പരിപ്പ് കൂട്ടാൻ കൂട്ടിയിട്ട് ചോറുണ്ണാനാണ് നോക്കുന്നത്. അല്ല, ഇതപ്പോൾ ആർക്ക് ഒഴിച്ചു കൊടുത്തു, കുണിക്കുമ്പോൾക്ക് ആർക്ക് ഒഴിച്ചു കൊടുത്തതാണ്. ഞാൻ ഇത് കഴിച്ചിട്ട് വേണം എനിക്ക് പരിപ്പ് കൂട്ടാൻ കൂട്ടിയിരിക്കുക. അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പരിപ്പ് കൂട്ടാനും പപ്പടം കാച്ചിയതും കുഴച്ച് കഴിക്കാൻ. എനിക്ക് തോന്നുന്നു ഞാൻ ഗർഭകാലത്തിന് മുന്നേ കല്യാണത്തിന് മുന്നേ ആയിരിക്കും ഇങ്ങനെ ചോറിനോടൊന്നും അങ്ങനെ പ്രിയ ഉണ്ടായിരുന്നില്ല. എനിക്ക് ചോറെന്ന് ഇട്ട് കഴിഞ്ഞ് ഞാൻ അപ്പം കിടന്നുറങ്ങുന്ന ഒരാളാണ്, കഴിക്കാതിരിക്കാൻ പറ്റിയിട്ട്. പക്ഷേ കല്യാണം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് മാറി നിന്നപ്പോൾ അമ്മയുടെ ഫുഡ് കുറച്ചാലും മിസ്സായപ്പോൾ എനിക്ക് വീണ്ടും ചോറിനോടൊക്കെ ഭയങ്കര ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നു. കാത്തുമ്മേനെ വിശേഷം ഉണ്ടായോട് കൂടിയിട്ട് തീർന്ന്. പിന്നെ ചോറെന്ന് വെച്ചാൽ ഭയങ്കര അഡിക്റ്റായി മാറി ഞാൻ. ഇപ്പം എനിക്ക് ചോറെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പക്ക തടി കുറയ്ക്കാമെന്ന് വിചാരിച്ചാലും നടക്കില്ല കേട്ടോ. കാരണം എനിക്ക് ചോറിന് നല്ല ഇഷ്ടമാണ്. ഇന്ന് ഞാൻ കുറച്ച് ചോറെടുത്തുള്ളൂ. നിങ്ങൾ ആദ്യം കണ്ടില്ലേ, ഞാൻ ആകെ ഒരു 1.5 കയ്യിൽ ചോറെടുത്തുള്ളൂ. ഞാൻ അത്ര ഉണ്ടുള്ളൂ കേട്ടോ. കാരണം തടി നല്ല നിലയ്ക്ക് വെച്ച് വരുന്നുണ്ട്. പക്ഷെ എന്താ കാര്യം, എൻ്റെ അപ്പുറത്തെ കയ്യിൽ ഇരിക്കണുണ്ട് ചിക്കൻ വറുത്തതാ. ചോറ് ഇന്നും പറഞ്ഞാൽ കുറച്ചും കൂടി കൂടുതലും ഉണ്ടായിരുന്നു. ഈ ചിക്കൻ്റെ എണ്ണയും കല്ലൊക്കെ ഞാൻ കയറ്റി വിടുക. അത് ഞാൻ പപ്പടം നന്നായി കഴിക്കും, ചിക്കൻ വറുത്തത്, മീൻ വറുത്തത്. എനിക്ക് ചോറ് ഉണ്ണുമ്പോൾ എന്തെങ്കിലും വറവ് വേണം കേട്ടോ. അത് ഈ മുളക് വറുത്തത് കയ്പൊക്കെ വറുത്തുണ്ടായാലൊന്നും മതിയാവില്ല. എനിക്ക് ചിക്കൻ വറുത്തത്, മീൻ വറുത്തത് അങ്ങനെ വല്ലതൊക്കെ വേണം. എനിക്ക് അതുണ്ടെങ്കിലാണ് ഫുഡ് കഴിക്കാൻ ഒരു ഇഷ്ടമുള്ളൂ. അപ്പം അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഇടയിൽ കുടിക്കുമ്പോൾ ആർക്കോ ചോറ് കുറച്ചുകൊണ്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിൽ ഇട്ട് കൊടുത്താട്ടാ. ഞാൻ ആകെ അത്ര ചോറ് തന്നെ കഴിച്ചിട്ടില്ല, ഞാൻ കൂടുതലൊന്നും കഴിച്ചിട്ടില്ല. വളരെ കുറച്ച് ചോറുണ്ടോ. എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ കുറേ നാൾക്ക് ശേഷം ഇപ്പോഴാണ് ഇത്രയും കുറവ് ചോറ് കഴിക്കുന്നത്. പിന്നെ ഞാൻ രാവിലത്തെ പത്തിരി കഴിച്ച് നല്ല നിലയ്ക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നു. അത് കഴിച്ച് നേരെ പോയി കിടന്നുറങ്ങില്ലേ. കുറച്ച് നേരത്തെ പണി കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം കിടന്നുറങ്ങല്ലേ ഇത്. അപ്പോൾ നമുക്ക് ദഹിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ഫേവറേറ്റ് കറി ആയതുകൊണ്ടാണ് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി എഴുന്നേറ്റ് തന്നെ. പിന്നെ അതാ എൻ്റെ കഴിച്ച് കഴിക്കുമ്പോൾ കാത്തും എഴുന്നേറ്റു. അപ്പോൾ പിന്നെ അവൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയുള്ള ഗുസ്തിയാണ് ഈ കാണുന്നത്. അവൾക്ക് നമ്മുടെ വീട്ടിലത്തെ ആ ചെയറിൽ ഫുഡ് കഴിക്കുന്ന കുട്ടികളുടെ അതുണ്ടെങ്കിൽ അവൾ നല്ല കുട്ടിയായിരുന്നു, ഫുഡ് കഴിച്ചോളൂ. അവൾക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ അവൾ ഒറ്റയ്ക്ക് തന്നെ ഇരുന്ന് കഴിക്കും. പക്ഷേ അവൾക്ക് നമ്മളെ വീട്ടിലേക്കൊക്കെ വന്ന് തിളത്ത് വെച്ചിട്ട് ചോറ് കൊടുത്താലൊന്നും അവൾ കഴിക്കില്ല. അവൾ ഒറ്റയ്ക്ക് ചോറ് വെച്ച് കൊടുത്താൽ അത് പരത്തി കളിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് വായിൽ വെച്ച് കൊടുക്കുന്നത്. വായിൽ വെച്ച് കൊടുക്കുകയാണെങ്കിലോ ഒരു 1.5 മണിക്കൂർ നമ്മൾ അതിന് തന്നെ ടൈം കാണണം. കാരണം ഓടി നടന്നിട്ട് വേണം അവൾക്ക് ഫുഡ് കൊടുക്കുക. അവൾക്ക് ഭയങ്കര വാശിയാണ് ഫുഡ് കഴിക്കാൻ. പിന്നെ ഞാനൊരു കുട്ടി ആയതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടിക്കളികൾ കാര്യങ്ങൾ കാണിച്ചിട്ട് അവളെ തീറ്റിക്കും. ഏട്ടൻ പറയും രണ്ടിനും ബോധം വെച്ചിട്ടില്ല അത്. ഈ ടൈമിലാവ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഞാനിപ്പോൾ ആ ഒരു കാര്യം പറയേണ്ടത്. രണ്ടിനും ബോധം വെച്ചിട്ടില്ലല്ലോ ഈശ്വര എന്നൊക്കെ ആയിട്ടിരുന്ന് കളിയാക്കണതാണ്. അങ്ങനെയൊക്കെയാണ് അവളെ ഫുഡ് തീറ്റിക്കൽ. ഒരു 1.5 മണിക്കൂർ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കൊണ്ട് കളയണം. ഇത് കഴിഞ്ഞ് നമുക്കൊന്ന് വീട്ടിൽ പോകേണ്ട അത്യാവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ പോകേണ്ട കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ അതാ വീട്ടിൽ പോകണേക്ക് ഏറ്റവും കാത്തുമ്പിക്കലും മാമ്പഴം മേടിക്കാൻ ഇറങ്ങിയതാട്ടാ. വീട്ടിൽ പോവാട്ടാ. അല്ല നമ്മള് വീട്ടിൽ പോവല്ലേ, കുറച്ച് ദിവസം വീട്ടിൽ പോയിട്ട്. അപ്പോൾ വറക്കെ കഴിഞ്ഞ് വന്നു, കുറച്ച് നേരം സുഖമായി കിടന്നിറങ്ങി. എന്നിട്ട് നമ്മള് വീട്ടിൽ പോവാണ്. അമ്മ കുറുമ്പത്തിയായിട്ട് വരുന്നുട്ടാ. കുറുമ്പത്തിയാ വീട്ടിൽ പോയിട്ട് പാപ്പിന്നുണ്ടേ. കാത്തുന്റെ ചെയറിലിരുന്ന് പാപ്പിന്നുണ്ടേ. കാത്തുന്റെ പാപ്പിന്റെ ചെയറിലിരുന്ന് പാപ്പിന്നുണ്ടേ. കാത്തുന് അതാട്ട ഇഷ്ടം. അപ്പോൾ എന്തായാലും വർക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നല്ല ക്ഷീണമുണ്ടായിരുന്നു. അങ്ങനെ കിടന്ന് ഏട്ട ഉറങ്ങി, കാത്തുമ്മനെ ഉറക്കി. പിന്നെ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇവളെ ഉള്ള അമ്മയ്ക്ക് ഇച്ചിരി പണികളൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരിങ്ങനെ കുറച്ച് ദിവസം സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ ഉണ്ടാക്കി ഏകദേശം. അപ്പം പിന്നെ പാത്രം കഴുകാനും ഒക്കെ ഹെൽപ്പ് ചെയ്തു.
എന്നിട്ട് പിന്നെ ഞാനും പോയി കിടന്നുറങ്ങി. ഞാൻ പിന്നെ ഉറങ്ങി. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കണ നേരത്തെ എഴുന്നേറ്റ്. ഉറക്കം മതിയായിട്ടല്ല അമ്മ വിളിച്ചെഴുന്നേപ്പിച്ചേട്ടാ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട്. എനിക്ക് ഇഷ്ടമുള്ള കാര്യം പരിപ്പൂട്ട. അപ്പം ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. ഞാൻ വീട്ടിൽ പോയിട്ട് കുറച്ച് പരിപാടി ഉണ്ട്. അവൻ എന്തൊക്കെയോ ലാപ്ടോപ്പിൽ ചെയ്യാണ്ടെന്ന് പറഞ്ഞു. ലാപ്ടോപ്പാണ് വീട്ടിലാണ്. അതുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ ഒരു മിനിറ്റ് ചേച്ചിയെ അത് ചെയ്യണം. പിന്നെ കാത്തുമ്മയ്ക്ക് ഇനി പാപ്പ് കൊടുക്കണം. അവിടെ പോയിഞ്ഞാൽ അവളുടെ ചെയറിൽ തന്നെ ഫുഡ് മര്യാദ കഴിക്കില്ല. അവൾക്ക് അവളുടെ ചെയർ തന്നെയാണ് ഫുഡ് കഴിക്കുക. അപ്പോൾ അവൾക്ക് ഫുഡ് കൊടുക്കണം. അങ്ങനെ കുറച്ച് പരിപാടിയാണ്. അത് നമ്മൾ നേരെ വീട്ടിലേക്ക് വരും. ഡ്രസ്സൊക്കെ എടുത്തിട്ട് നമ്മൾ രാത്രിയാകുമ്പോൾ തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് തന്നെ പോകും. അപ്പം എനിക്ക് വർക്കുള്ളതുകൊണ്ടാട്ടെ നമ്മളെ പുതിയ വീട്ടിൽ പോകാൻ പറ്റാത്ത. കാത്തിൻ്റെ വീട്ടിലാക്കിയിട്ടല്ലേ പോകണം. അപ്പം അവിടുന്ന് രാത്രി വന്നിട്ട് അവളോട് ആക്കുമ്പോൾ എഴുന്നേറ്റ് കുത്തിരിക്കും. പക്ഷെ നമ്മൾ ഉറക്കത്തിൽ ഇങ്ങനെ കുറേ ഫുഡൊക്കെ കൊടുത്തതിനെ ഉറക്കി എടുത്തിട്ട് പോയാൽ ഒരു 5 മിനിറ്റെങ്കിലും ഞാൻ പോയിൻ്റെ ശേഷം കിടന്ന് ഉറങ്ങും. ഇപ്പം കുഴപ്പമില്ല കേട്ടോ. മുന്നേന്ന് വെച്ചാൽ ഞാൻ പോയിന് ഭയങ്കര കരച്ചിലും വാശിയായിരുന്നു. അവള് ഇങ്ങനെ അവരെ ഉറക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. അവളിനെ എടുത്തുറക്കണമായിരുന്നു. എടുത്ത് നടന്നിങ്ങനെ ഉറക്കിയിട്ട് കിടത്താൻ പാടില്ല. അവർ ഫുൾ ടൈം ഇരിക്കണമായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം അവൾ ഓക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അവൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായി ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവളെ എഴുന്നേക്കും. അതിപ്പോൾ ഞാൻ അവളെടുത്തുണ്ടെങ്കിലും എന്തൊരു ക്ലാരിറ്റി കുറവ്. ഞാൻ ക്യാമറ തുടച്ചിട്ട് ഞാനിപ്പോൾ അവളെ അടുത്തുണ്ടെങ്കിലും അവളെ എഴുന്നേക്കും. അതിനൊന്നും ഒരു കുറവില്ല. അവളെ എഴുന്നേറ്റ് കുത്തിയിരിക്കും. പക്ഷെ ഞാൻ അങ്ങനെ കിടത്തി പാൽ കൊടുത്തിട്ട് പാടി ഉറക്കാണ് ചെയ്യുക. ഇവർക്ക് പിന്നെ പാൽ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അച്ഛൻ പറയും ആരോട് എഴുന്നേറ്റിരിക്കുന്നത് കിടന്നുറങ്ങി എന്ന് പറഞ്ഞ് അവൾ കണ്ണടച്ച് കൊടുക്കും. അപ്പം അമ്മനെ പാട്ട് പാടിയിട്ട് ഉറക്കാട്ട ചെയ്യുന്നത്. അല്ലെങ്കിൽ അവൾ ഉറങ്ങില്ല. പക്ഷെ അമ്മ പറയുന്നുണ്ട് പണ്ടത്തെ അത്ര ബുദ്ധിമുട്ടില്ല. അവർക്ക് എഴുന്നേറ്റ് നടക്കൊന്നും വേണ്ട. പിന്നെ കിടത്തിയിട്ട് തന്നെ തട്ടി കൊടുത്ത് അവൾ ഉറങ്ങുന്നുണ്ട്. പിന്നെ അവൾക്കൊരു ശീലമുണ്ട്. അമ്മ എന്നോട് എൻ്റെ പ്രസവം കഴിഞ്ഞ ടൈമിൽ അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. പൊന്നോ ഉണ്ണീനെ ഒരിക്കലും കൈമ കെടുത്ത് ശീലിപ്പിക്കരുത്. അവളെ മാറ്റി കിടത്തിക്കോളൂ. കൈമ കെടുത്ത് ശീലിപ്പിച്ച് കഴിഞ്ഞാൽ അവൾ കൈയില്ലാതെ ഉറങ്ങില്ല എന്ന് അമ്മ എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ നമുക്കൊരു ഉണ്ണി ഉണ്ടാവുമ്പോൾ അവളെപ്പോഴും നമ്മളെ മേത്തും ചേർന്നിരിക്കണം എന്നുള്ള സൈക്കോ ഉണ്ടാകും. എല്ലാവർക്കും ഉണ്ടോ അറിയില്ല. എനിക്കുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മോളെ എൻ്റെ അടുത്ത് ചേർത്ത് വെച്ച് കിടക്കാൻ. അപ്പം ഞാൻ എന്ത് ചെയ്യും, രാത്രി കിടക്കാൻ വന്നു കഴിഞ്ഞാൽ അവളെൻ്റെ കൈമ എടുത്തിട്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഉറങ്ങിയത്. പക്ഷേ ഇപ്പോൾ അവൾ ആ ശീലം അമ്മ പറഞ്ഞ പോലെ അവൾ ആ ശീലം പഠിച്ചു. അവൾക്ക് എൻ്റെ കൈയില്ലെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല. അവൾക്ക് എന്നെ മണത്ത് കിടക്കണം. അയ്യ 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 അവൾക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും എന്നെ മണത്ത് എൻ്റെ കൈമ കിടക്കണം അല്ലേ? അങ്ങനെ കെട്ടിവെച്ചേക്കണ്ടേ? എങ്ങനെ അവനെ കെട്ടിവെക്കുക അതൊക്കെ ഇങ്ങനെ അമ്മേനെ കെട്ടിവെച്ച കുട്ടി അല്ലേ? അപ്പോൾ അതുകൊണ്ട് അമ്മയാണിപ്പോൾ പെട്ടത്. അമ്മേലേക്ക് ചീത്ത കഴിഞ്ഞിട്ടോട് ഞാൻ എപ്പോഴും പറഞ്ഞ കൈ കരുത്തല്ലേ. ഇപ്പം അമ്മേടെ കൈ മേലാൾ ഉറങ്ങുമോ? അത് ആ കൈ മാറ്റി കിടത്താൻ പാടില്ല. കൈ മാറ്റി കിടത്താൻ പാടാത്തതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ രാത്രി പോയിട്ട് കൈമ കിടത്തണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൈമ എന്നെ രാവിലെ വരെ അവൾക്ക് എടുക്കും. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ അപ്പം ഞാൻ എന്തായാലും വീട്ടിൽ പോട്ടെ. അപ്പം ഞാൻ ഇവളെ ആദ്യം വീട്ടിലൊക്കെ വെച്ചു. കാരണം ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ ശല്യം ചെയ്യലോ എന്ന് വെച്ചു. പക്ഷെ അച്ഛനമ്മയ്ക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ട് അച്ഛനമ്മയ്ക്ക് ഒന്ന് ഉറങ്ങിക്കോട്ടെ വെച്ചിട്ട് ഞാൻ ഇവളെ കൊണ്ടുപോകുന്ന കേട്ടാ. ഇത് കണ്ട അലമ്പ് കാണിച്ചോണ്ടിരിക്കണ നോക്കി. വീഴുന്നേ വീഴുന്നേ നിന്റെ കളി നീ നിർത്തിക്കോ, നീ വീഴൂ. അമ്മീ ഇങ്ങനെ കുടുത്ത ഭയങ്കര കുറുമ്പത്ത്. ചിലപ്പോ എല്ലാരും അവളോട് സംസാരിപ്പിക്കുള്ള വീഡിയോയിൽ കയറ്റത്. എങ്ങനെ കയറ്റാതാ? ഇത് കുരുത്തക്കേട് കാണിക്കുന്നതാണ് നമുക്ക് കയറ്റാൻ. ആ വീഴട്ടെ വീഴട്ടെ. ഓ കുമാരിയേ പണിങ്ങി പണിങ്ങി പണി ഇങ്ങനെ കാത്തിങ്ങനെ പണങ്ങാന്ന് പറയും. ഇങ്ങനെ പണിങ്ങെടുക്കും. അപ്പൊ ഞാൻ എന്തായാലും വീരത്തിലടിച്ചാണ്. ഏട്ടൻ മാമ്പഴം മേടിക്കാണ്ട് വേറെ എന്തൊക്കെ മേടിക്കണ്ടോ തോന്നുന്നു. അപ്പേ ചോക്കിയേ കാത്തു പേതോ. അയ്യോ നട്ടോടി എന്നെ പേതോ 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 പേത. ഓ നോക്കി പേടിപ്പിച്ചമ്മനെ.
ഓ ഇങ്ങനെ പേടിപ്പിക്ക എങ്ങനെ ഒന്നൊരു പേടിച്ച പിണക്ക പിണക്ക ഉമ്മ ഇല്ല ഇല്ലല്ലോ അമ്മനെ ഇഷ്ടല്ലല്ലോ ഇഷ്ടല്ലല്ലോ അമ്മനെ ഇഷ്ടാന്ന് പറയും ഇഷ്ടല്ലല്ലോ ഇഷ്ട എന്ന് പറയും നല്ല കൊച്ചാണ് കൊച്ച് എന്ത് തിന്നാണ് മാങ്ങ മാങ്കോ എന്താ മാങ്കോ അവളല്ല മാങ്കോ മാങ്കോ എ ബി പറഞ്ഞത് ബേബി അല്ല എ പറ ബി സി ഡി ഇ ഇ പറ ഇ എഫ് എഫ് പറ എഫ് പറ കുറുമ്പത്തി പറയണേ അല്ലെങ്കിൽ നമ്മളിനി പറഞ്ഞെടുത്താൽ സെഡ് വരെ പറയട്ടെ പറഞ്ഞെടുത്തപ്പം പറയാം അല്ലേ കാത്തമ്മ ചോറന്നെ അധികം കഴിക്കാത്തതുകൊണ്ട് ഞാൻ വീട് അത്യാവശ്യം ആൾക്ക് മാമ്പഴം തൊലി കളഞ്ഞ് കൊടുക്കുകയാണ്. എനിക്ക് തൊലി ഉടക്കനെ കഴിക്കാൻ ഇഷ്ടമല്ല കേട്ടോ. ഞാൻ കഴിക്കുകയാണെങ്കിലും എന്താണ് എനിക്കിങ്ങനെ തൊലി കഴിക്കാൻ ഇഷ്ടമല്ല. എനിക്ക് തൊലി കളഞ്ഞിട്ട് കഴിക്കുന്നത് ഇഷ്ടം. അപ്പം ഞാൻ കാത്തുമ്മയ്ക്കും അങ്ങനെ തന്നെയാണ് എടുക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു കാത്തുമ്മയ്ക്ക് ഒന്നുകൂടി ഇഷ്ടം തൊലി ഉള്ളതായിരുന്നു എന്ന്. കാരണം ഏട്ടൻ വണ്ടിയിൽ വെച്ചിട്ട് ഒരു പീസ് കടയിൽ വെച്ചിട്ട് തന്നെ കഴുകി മുറിച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കാത്തുമ്മ നല്ല കുട്ടിയായിരുന്നു കഴിച്ചു. പക്ഷേ ഞാൻ ഇങ്ങനെ കൊടുത്തപ്പോൾ അവൾ വല്ലാതെ കഴിച്ചില്ല കേട്ടോ. അവിടെ 1-2 വായ കഴിച്ചിട്ട് പിന്നെ ബാക്കി ഫുള്ളും കളിയായിരുന്നു. അവൾ എന്താണ് ഈ ചോദിക്കണത് വെച്ചാൽ ടീസ്പൂൺ കേട്ടോ. അവൾ വലിയ സായപ്പിൻ്റെ പുത്രിയാണ്. അവൾക്ക് ടീസ്പൂണൊക്കെ വേണം ഫുഡ് കഴിക്കാൻ. അപ്പം എനിക്ക് മനസ്സിലായി അവൾ ഉന്ന എന്നുകൊണ്ടപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി അവൾ എന്തിനാണ് ഈ ഉന്ന ഇടണതെന്ന്. അപ്പോൾ ഞാൻ അതെടുക്കാൻ വേണ്ടി പോയതാട്ടാ. പേട്ടൻ ചോദിക്കുന്നത് എന്താ നീ ചെയ്യാൻ പോകണത് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആ ടീസ്പൂണൊക്കെ എടുത്ത് കൊടുത്തപ്പോൾ അവൾ നല്ല കുട്ടിയായിരുന്നു കഴിച്ചു. അവൾക്ക് ഈ ചെയർ ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ ഇടയിൽ ഞാനൊരു വീഡിയോയിൽ കാണിക്കാം. അവൾ ചെയർ കണ്ടാൽ ഞങ്ങൾ വേഗം തന്നെ ഓടിപ്പോയി അതിലിരിക്കാൻ നോക്കും. നമ്മൾ ഫുഡ് എടുക്കുകയാണെങ്കിൽ അവൾ വേഗം തന്നെ അവിടെ പോവും. ആരെയും വിളിച്ചിട്ട് അവളെ ഇരുത്തിക്കും. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചെയറിലിരുന്ന് ഫുഡ് കഴിക്കാൻ. അവൾക്ക് മാത്രമായിട്ട് ഇങ്ങനെ ചെയർക്ക് ആയതുകൊണ്ടായിരിക്കാം അവൾ ഭയങ്കര ഹാപ്പി കേട്ടോ. അപ്പോൾ അതാ അവളൊരു പീസ് കടിച്ചു. ഞാൻ ബാക്കി എനിക്ക് തരും. അതെപ്പോൾ എന്ത് ഫുഡ് കഴിക്കുമ്പോൾ അങ്ങനെ കേട്ടോ. അവൾ കഴിച്ചിട്ട് ബാക്കി എൻ്റെ വായിലേക്ക് വെച്ച് തരും. അത് കഴിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവളെനിക്കങ്ങനെ വായിൽ വെച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അവളുടെ അടുത്ത് പോയി ഇരിക്കുന്നതാണ് ഈ കാണുന്നത്. എന്തോ അതിനോട് പ്രത്യേക ഫീലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കാത്തുമ്പോൾ ഇപ്പം ഞാൻ ഡബ്ബിയുടെ നേരത്ത് ഉറങ്ങിയിട്ട് എൻ്റെ അടുത്ത് വന്ന് കിടക്കുന്നുണ്ട്. അപ്പോഴും എൻ്റെ നെഞ്ചത്ത് എന്താ ചെയ്യുക പെൺകുട്ടി എപ്പോഴും എൻ്റെ മെത്ത വില്ലത്തി വരുന്നുണ്ട്. എന്താ പറയുക, ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് ഇങ്ങനെയായിരുന്നു. ഞാനും അമ്മയും ഭയങ്കര സെറ്റുകാരായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ അമ്മ ആകെ ഒരു ഉണ്ടായിട്ടുള്ളത് ഇവൻ്റെ കേസിലായിരുന്നു. ബാക്കിയെല്ലാം ഞാൻ അമ്മ ഭയങ്കര സെറ്റും. അമ്മ എന്താ പറയുക, അമ്മ എന്ത് കാര്യം ചെയ്യുമ്പോഴും അമ്മയുടെ വാലായിട്ട് ഞാൻ ഉണ്ടാവുമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ചിന്തിക്കായിരുന്നു എൻ്റെ വാലായിട്ടൊക്കെ ഒരു പെൺകുഞ്ഞ് എന്നെ വേണേന്ന് ഞാൻ ഗർഭകാലത്ത് ഫുള്ളും ആഗ്രഹിച്ചിട്ടുണ്ട്. അതേപോലെ എനിക്കൊരു പെൺകുഞ്ഞിനെ എന്നെ കിട്ടിയത്. എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ ഞാൻ അമ്മയുടെ അടുത്ത് തന്നെയാണ്. അതേപോലെ തന്നെ കാത്തുമ്പോൾ എൻ്റെ അടുത്തും ഞാൻ എന്തെങ്കിലും പണിയെടുക്കുകയാണെങ്കിൽ എൻ്റെ വാല് പിടിച്ചിരിക്കും. ഞാൻ ഇപ്പോൾ അതേ ഫ്രിഡ്ജിൽ കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ ഒരു പാത്രം ഞാൻ പിടിച്ച് മറ്റേ പാത്രം അവൾ പിടിച്ചോളും. അവൾ എന്നെ ഫുൾ സപ്പോർട്ട് ചെയ്യും. കുറച്ച് വലുതായി കഴിഞ്ഞാൽ അവൾ എന്നെ ഹെൽപ്പ് ചെയ്യുമോ എനിക്കറിയില്ല. ഇപ്പം എന്തായാലും ഞാൻ എന്തൊക്കെ ചെയ്യുന്നത് എൻ്റെ കൂടെ തന്നെ അവൾ നിന്നോളൂ കേട്ടോ. അതാ ഞാൻ ചെയറൊക്കെ തൊട്ട് നോക്കും. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. നമുക്ക് ഇരിക്കാനും കുട്ടികൾക്ക് ഇരിക്കാനൊക്കെ ഭയങ്കര സുഖമാണ്. നമ്മളെ ചെറുപ്പകാലത്തൊന്നും ഇങ്ങനത്തെ ഐറ്റംസ് ഇല്ല. അങ്ങനെ അവളെ ഫുഡടിയല്ല ഫുഡുമുള്ള കളി ഏകദേശം ഞങ്ങൾ മതിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പോയിട്ട് കഞ്ഞി കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം അവൾ മാമ്പഴം വല്ലാതെ കഴിച്ചിട്ടില്ല. ചിലപ്പോൾ വണ്ടിയിൽ വെച്ച് കഴിച്ചുകൊണ്ടായിരിക്കും അവൾ മാമ്പഴം കഴിച്ചില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഓട്സ് കഞ്ഞി ഉണ്ടാക്കി. അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അത് അവൾ നന്നായി കുടിക്കാറുണ്ട്. ഇന്നലെ ആണെങ്കിലും ഞാൻ വർക്കിന് പോകേണ്ട മുന്നേ ആ വയറ് നിറഞ്ഞിരുന്നാലും ഒന്നും ഉറങ്ങുമല്ലോ വെച്ചിട്ട് ഞാൻ കഞ്ഞി ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവൾ കഞ്ഞി കുടിച്ചിരുന്നു. ഞാൻ കുറച്ച്
കഞ്ഞിയിൽ പ്രത്യേകിച്ച് അമ്മ പറയും ഓട്സ് കഞ്ഞി ഉണ്ടാക്കി കൊടുക്കല്ലോ പൊന്നെ, ആ തടി കുറയുള്ളൂ, വിശപ്പ് മറിഞ്ഞു തടിയും കുറയും, നീ വേറെ വല്ല ഫുഡ് കൊടുക്കുന്ന പറയും. അപ്പോൾ ഞാനതിൽ കുറച്ച് നെയ്യൊക്കെ ചേർത്തിട്ടാണ് കൊടുത്ത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ തീർക്കാം. അപ്പോൾ നാളെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.